ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ ഒരുപാട് സന്തോഷത്തിലാണ്. എനിക്ക് അമ്മ വന്നത് ഒരുപാട് സർപ്രൈസായി. അമ്മ അവിടെ ക്ഷീണിച്ചൊക്കെ ഇരിക്കാൻ തുടങ്ങി. ഹസ്ബൻഡ് അമ്മയോട് പാസ്പോർട്ട് എടുത്ത് വയ്ക്കുക, അതെവിടെ ഇതെവിടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ പതുക്കെ പെട്ടി പൊട്ടിക്കാൻ തുടങ്ങി. ചേട്ടനെ ക്യാമറാമാനാക്കി. അർഷി അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് നടക്കുന്നുണ്ട്. ഞാനിങ്ങനെ പെട്ടി പൊട്ടിച്ചിട്ട് ഓരോന്ന് അതെവിടെ ഇതെവിടെ എന്നൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട്. ഇതെന്താണ് എന്നൊന്നും അറിയാൻ പറ്റുന്നില്ല, എന്തൊക്കെയുണ്ട് എന്ന്. പിന്നെ അമ്മ എന്നോട് പറഞ്ഞിരുന്നു പെട്ടി പൊട്ടിക്കണം, കാരണം അമ്മയ്ക്ക് ഗുളിക വേണം. പിന്നെ അതുപോലെ അച്ഛന് ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു, പിന്നെ നല്ല അച്ചാർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഫ്രിഡ്ജിൽ വെക്കണമായിരുന്നു. പിന്നെ ഓൾറെഡി ഞാനിവിടെ ചിക്കൻ കറി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നോട് ഇങ്ങനെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട് വരും, അതുകൊണ്ട് പിക്ക് ചെയ്യാൻ പോകണം എന്നൊക്കെയാണ് പറഞ്ഞ. ആൾ ഇവിടുന്ന് ഫുഡ് കഴിക്കും എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ ആളിന് ദോശ, ചപ്പാത്തിയും പിന്നെ നാട്ടിൽ കിട്ടുന്ന കണക്ക് റൈസ്, പിന്നെ ചിക്കൻ കറി എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നെ ഇത് കഴിക്കാൻ പറ്റിയില്ല. അന്ന് ഫ്രിഡ്ജിൽ എടുത്ത് വെക്കുകയാണ് ചെയ്തത്. അച്ഛൻ ഇങ്ങനെ തോർത്തിലൊക്കെ പൊതിഞ്ഞ് ഭയങ്കര സേഫായിട്ടാണ് ഇതാക്കിയത്. ശരിക്കും പറഞ്ഞാൽ നല്ല മണമാണ്. അച്ഛൻ നന്നായിട്ട് കുക്ക് ചെയ്യും, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ കുറച്ചൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ടെന്നൊക്കെ എല്ലാവരും പറയാറുണ്ട്. പിന്നെ അടുത്തത് നൈക്കേൻ്റെ വലിയൊരു ബോക്സ് ഉണ്ട്. ഞാനത് നേരത്തെ വീട്ടിൽ ഓർഡർ ചെയ്ത് വെച്ചിരുന്നതാണ്, ആരെങ്കിലും വരികയാണെങ്കിൽ കൊടുത്തു വിടണം എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ എന്നോട് ഹസ്ബൻഡ് ചോദിച്ചിരുന്നു, നിനക്ക് എന്തെങ്കിലും വേണോ, ഇങ്ങനെ ഫ്രണ്ട് വരുന്നുണ്ട്, അപ്പോൾ ആൾ നമ്മളെ വീട്ടിൽ നിന്ന് സാധനം എടുത്തിട്ട് വരും എന്ന്. പിന്നെ ഇതാണ് ഇത് പൊട്ടുണ്ട് അതിനകത്ത്. പിന്നെ അതിനകത്ത് അമ്മ അമ്പലത്തിൽ നിന്ന് ഇങ്ങനെ ചരടൊക്കെ ജപിച്ചിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, മോൾക്കും കൊച്ചുമോനും മരുമോനും ഒക്കെ ആയിട്ട്. അപ്പോൾ ഞാൻ ചരടൊന്നും എടുത്തില്ല. അപ്പം അമ്മ പറഞ്ഞാൽ അത് അതിലിരിക്കട്ടെ എന്ന് പറഞ്ഞ്, അങ്ങനെ ഞാനത് പൊട്ട് മാത്രം എടുത്ത് കളഞ്ഞതാണ്. പിന്നെ നന്നായിട്ട് ഇത് എന്താണ്, കാപ്പി, പനി ഒക്കെ വരുമ്പോൾ നമുക്ക് കാപ്പി കുടിക്കാൻ വേണ്ടിയിട്ടുള്ള സാധനം. പിന്നെ വീട്ടിലെല്ലാവരും ഉണ്ടായിരുന്നു, അനിയത്തിമാർ, വീട്ടിലപ്പുറം ഇപ്പുറമുള്ള എല്ലാവരും ഉണ്ടായിരുന്നു, നാത്തൂനുണ്ടായിരുന്നു. എല്ലാവരും കൂടി അടിപൊളിയായിട്ട് പാക്ക് ചെയ്തൊക്കെ വിട്ടത്. ശരിക്കും അമ്മ ഇങ്ങ് വന്നപ്പോൾ നാത്തൂനും അനിയത്തിയർക്കൊക്കെ ഭയങ്കര വിഷമമായി. കുറച്ച് ദിവസം അവരവിടെ ഇനി ഒറ്റയ്ക്കായിരിക്കും. അമ്മ അവിടെ ഉണ്ടെങ്കിൽ എല്ലാത്തിനും അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കൊക്കെ ഓടി നടന്ന് ബഹളമൊക്കെ ആയിട്ടൊരു ആളനക്കം കാണും. പിന്നെ അങ്ങനെ പതുക്കെ ഞാൻ ആ പെട്ടി അങ്ങ് മാറ്റി. അതിനകത്തുള്ളതെല്ലാം ഞാൻ കണ്ടു. ഇനി അടുത്ത പെട്ടിയിലേക്ക് ഞാൻ പോവുകയാണ്. സത്യത്തിൽ എന്തൊക്കെയാണെന്ന് എനിക്കറിയില്ല. ഞാനും ഇങ്ങനെ പൊട്ടിച്ച് നോക്കിയിട്ട് കാണാൻ വേണ്ടിയിട്ടിരിക്കുകയാണ്. ആ പനി വന്നത് കുറച്ച് എനിക്ക് പ്രശ്നമായിട്ടുണ്ട്, കാരണം തൊണ്ടയ്ക്ക് ഇങ്ങനെ സൗണ്ട് ഇടയ്ക്ക് ഇങ്ങനെ പോകുന്നുണ്ട്, അതാ ഒരു പ്രശ്നം വരുന്നത്. പിന്നെ ഞാൻ ഇങ്ങനെ സൗണ്ട് കൊടുത്തിട്ടിരിക്കുന്നത്, അതിൻ്റെ സൗണ്ടിങ്ങിൻ്റെ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ പഠിച്ച് വരുന്നതേ ഉള്ളൂ. ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്, ഇങ്ങനെ ഞാൻ നന്നായിട്ട് വീഡിയോ എടുക്കുകയെന്ന്. ഹസ്ബൻഡ് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ നോക്കി വെക്കുന്നുണ്ട്, ആളിന് ഇഷ്ടപ്പെട്ട വല്ലതും ഉണ്ടായിരുന്നു. അമ്മ പിന്നെ അവിടെ നിന്ന് ചെരുപ്പൊക്കെ ആയിട്ടാണ് വന്നത്. പിന്നെ ഈ അരി വറുത്ത പൊടി കാര്യങ്ങൾ, പിന്നെ പുളി, പിന്നെ ഈ കുടംപുളിയില്ലേ, അങ്ങനെയുള്ള സാധനങ്ങൾ. പിന്നെ അമ്മ താഴെ അമ്മേൻ്റെ ഗുളിക കിട്ടി. പിന്നെ അത് കഴിഞ്ഞിട്ട് അമ്മ അവിടെ ഒരു ബാഗ് ഇങ്ങനെ പിടിച്ചു വെച്ചിട്ടില്ലേ, അതിനകത്ത് അമ്മയ്ക്ക് കുറേ ഡ്രസ്സൊക്കെ ഉണ്ട്. അതിനകത്ത് അമ്മ എനിക്കും കുറേ ഡ്രസ്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് വേറൊരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, അമ്മ ഇത്തവണ ഓണത്തിന് കാണും. സാധാരണ നമ്മളിവിടെ, ഞാനിപ്പോൾ 3 വർഷമായിട്ട് ഇവിടെ ആയതുകൊണ്ട് ഓണത്തിന് ഞാനിവിടെ, അമ്മ നാട്ടിൽ, അങ്ങനെയൊക്കെ ആയിരിക്കും. പിന്നെ ഇത് നല്ലൊരു യൂസ്ഫുള്ളായിട്ടുള്ള കാര്യമാണ് കേട്ടോ. രാവിലെ സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് ഇങ്ങനെ വെജിറ്റബിളൊക്കെ കട്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ആ സമയത്ത് ഇങ്ങനെ ചെറിയ പീസാക്കി ഇതിനകത്ത് ഇട്ട് കൊടുത്താൽ നമുക്ക് വേഗം കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം പറഞ്ഞത്, അമ്മ ആരെങ്കിലും വരുന്നെങ്കിൽ ഇതൊന്ന് കൊടുത്തു വിടണേന്നായിരുന്നു. അങ്ങനെ ഞാൻ നാട്ടിൽ ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ടൊരു ട്രൈപോഡ് കൊണ്ടുവന്നു. പക്ഷേ ഞാനിതിവിടെ കൊണ്ടുവന്നിട്ട് നൂത്തൊക്കെ നോക്കി, പക്ഷെ അതങ്ങോട്ട് ശരിയാവുന്നില്ല. പിന്നെ അമ്മയുടെ ചാർജർ കാര്യങ്ങൾ, പിന്നെ കപ്പ ഉണ്ടായിരുന്നു, തേങ്ങ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. പിന്നെ റംബൂട്ടാൻ കൊണ്ടുവന്നു. ഇത് അച്ഛൻ അടുത്ത വീട്ടിൽ നിന്ന്, ഞങ്ങളെ വീട്ടിലില്ല, അപ്പോൾ അടുത്ത വീട്ടിൽ നിന്ന് എടുത്തിട്ട് വന്നതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് അച്ഛൻ നല്ല സ്പെഷ്യൽ മാങ്ങ അച്ചാറുണ്ടാക്കും. അത് ഭയങ്കര ടേസ്റ്റാണ്. മാങ്ങ ഇങ്ങനെ മുഴുവനേ ഉള്ള മാങ്ങ, അതിൻ്റെ ആ അണ്ടിക്കോട്ടയൊന്നും കളയാണ്ട് അതിങ്ങനെ കട്ട് ചെയ്തിട്ടിട്ടാണ് ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റാണ്.
പിന്നെ ചേട്ടൻ പറയുന്നുണ്ട്, ഇതെന്താ കഴിയുന്നില്ലേ, എനിക്ക് കൈ കഴിക്കുന്നുണ്ടെന്ന് ഇങ്ങനെ ചേട്ടൻ പറയുന്നുണ്ട്. പിന്നെ നാട്ടിൽ നമ്മൾ നാരങ്ങ, കറിവേപ്പില, വഴുതനങ്ങ ഇതെല്ലാം എൻ്റെ ഉണ്ടായ സാധനങ്ങളാണ്. അമ്മ ഇങ്ങനെ ചെറിയ കൃഷിയും കാര്യങ്ങളും പശു, ആട്, കോഴി അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതിനകത്തു നിന്നെല്ലാം നമ്മുടെ നാട്ടിലുള്ള സാധനങ്ങളാണ്. പിന്നെ ഇതവിടെ ഉണ്ടായ ചെറിയ ചീരകളാണ് എനിക്ക് കൊണ്ടുവന്നത്. ഇത് ഞാൻ അമ്മേനോട് പറഞ്ഞിരുന്നു, അമ്മ എനിക്ക് ചേമ്പും കാച്ചിലും ചേനയൊക്കെ കഴിക്കാൻ തോന്നുന്നത്, നാരങ്ങേൻ്റെ വലിപ്പത്തിലുള്ളൊരു ചേനയും കൊണ്ട് തന്നിട്ടുണ്ട് എനിക്ക്. പിന്നെ കറിവേപ്പില ഒരുപാടുണ്ട്, ഞാനതൊക്കെ കുറച്ച് അപ്പുറത്തൊക്കെ കൊടുത്തിരുന്നു. അർഷി വന്ന് നോക്കുകയാണ്, എല്ലാവരും എയർപോർട്ടിലൊക്കെ പോയിട്ട് വന്ന് ഡ്രസ്സൊക്കെ മാറി. പിന്നെ ഇത് നമ്മൾ ചുമന്ന കിഴങ്ങുണ്ടല്ലോ, ആ കിഴങ്ങാണ്, മധുരക്കിഴങ്ങ്, ചീനിക്കിഴങ്ങ് എന്നൊക്കെ പറയും, ആ ഒരു കിഴങ്ങാണ്. പിന്നെ പപ്പടം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, ഒരുപാട് പപ്പടം കാര്യങ്ങളെല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. 2 ഇതിലായിട്ടാണ് അമ്മ പാക്ക് ചെയ്തിട്ടത്. പിന്നെ കുറേ മുളക് പൊടിയും മല്ലിപ്പൊടിയും കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ ഇവിടെ വന്നിട്ട് ഞാൻ ഒരു തവണ പോലും മുളക് പൊടിയും മല്ലിപ്പൊടിയും പുറത്തുനിന്ന് വാങ്ങിച്ചിട്ടില്ല. അപ്പോൾ എനിക്ക് ഒരുപാട് ഉപയോഗമാണ് നാട്ടിൽ നിന്നെല്ലാം കൊണ്ടുവരുന്നത്. നാട്ടിലെ നല്ലൊരു ടേസ്റ്റ് നമുക്ക് കിട്ടും. പിന്നെ ഇത് ഞാൻ തന്നെ മീഷോയിൽ നിന്ന് ഓർഡർ ചെയ്ത സാരിയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് എൻ്റെ ഡ്രസ്സുകൾ വേറെയുണ്ട്, പിന്നെ അമ്മേൻ്റെ ഡ്രസ്സുകളുണ്ട്, പിന്നെ അമ്മ എനിക്ക് വേണ്ടി വാങ്ങിക്കൊണ്ടുവന്ന ഡ്രസ്സുകളുണ്ട്. അങ്ങനെ എല്ലാം കൂടി പൊട്ടിച്ച് കണ്ട് ഒരുപാട് സന്തോഷമായി. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം പറക്കി ഒതുക്കുന്ന കാര്യം വന്നപ്പോഴത്തേക്ക് ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഇതെല്ലാവരും അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും നിന്ന് കണ്ട് അത് കഴിഞ്ഞിട്ട് ഫിനിഷായി. ഇപ്പം എൻ്റെ കൂടെ ഇത്രയും നേരം ഉണ്ടായിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ബൈ, ഗുഡ് നൈറ്റ്.